ഇന്നത്തെ പുതുപുത്തൻ കഥയിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രുതിനെ ഇങ്ങനെ ചന്ദ്രമതി വിളിക്കുകയാണ്. ആ മോളെ എന്നാടുക്കൊണ്ട് എന്നോട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. ആൻറ്റി ഞാൻ പാർലറിലാന്ന് പറയും. പാർലറിൽ എങ്ങനെയുണ്ട്, വർക്കൊക്കെ ഉണ്ടോ? ഉണ്ട് ആൻറ്റി, ഇപ്പോൾ കുഴപ്പമില്ലാന്ന് പറയും. അപ്പോൾ ചോദിക്കും എന്താ മോളെ എന്നിങ്ങനെയൊക്കെ വിശേഷമൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു എന്നൊക്കെ പറയുകയാണ് ശ്രുതി. അപ്പോൾ എന്തിനാ മോളെ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്? കല്യാണമല്ലേ, ഇനി വയറൊന്നും കേടാക്കണ്ട, എപ്പോഴും ഇല്ല ആൻറ്റി, വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ശ്രുതിയുടെ കയ്യിൽ ഫുഡ് കൊടുത്തു വിടില്ലായിരുന്നു. അതൊന്നും വേണ്ട ആൻറ്റി, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും മോളൊന്ന് ഇവിടെ വരെ വരണം. അപ്പോൾ എന്തിനാ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛമ്മ ഇവിടെയുണ്ട്, അപ്പം അമ്മയ്ക്കൊന്ന് മോളെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സച്ചിയുടെയും രേവതിയുടെയും കൂടെ ഇടലോ എന്തൊക്കെയോ പരിപാടികളാവുന്നു. ആവശ്യമുള്ളൊരു പരിപാടിയൊന്നുമല്ല, വെറുതെ അവരതിനു വേണ്ടി നടത്തുന്നത്. അപ്പോൾ അതും കൂടെ നടത്തണമെന്നൊക്കെ പറഞ്ഞ് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതൊക്കെയാണ് മോളേന്ന് പറയും. അപ്പോൾ ഒത്തിരി പണിയൊക്കെ കാണൂല്ലേ ആൻറ്റി അവിടെ വീട്ടിൽ, എന്നാൽ ഞാൻ കൂടെ വന്നിട്ട് സഹായിക്കാം. വേണ്ട മോളെ, മോളൊന്നും ഇവിടെ വരെ വന്നു എന്ന് പറഞ്ഞ് പേര് കേൾപ്പിച്ചാൽ മതി, മോളിവിടെ വന്ന് പണിയൊന്നും ചെയ്യുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ ചോദിക്കും ആരാന്ന് ഈ ശ്രുതിയുടെ ഫ്രണ്ട് ചോദിക്കും. അപ്പം പറയും എങ്ങനെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ പറയും ശ്രുതിയുടെ ഇങ്ങനെ അച്ഛമ്മ വന്നിട്ടുണ്ട്, അപ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണം. പോകുന്ന കുഴപ്പമില്ല, പ്രായമായവരാ, പോലീസുകാരുടെ സ്വഭാവമാണ്, ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ കിള്ളി ചോദിക്കും, നീ ഒന്നും പറഞ്ഞു വിട്ടു പറയുമൊന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ ഒരു വണ്ടി വന്നു. അപ്പോൾ ചോദിക്കും ആരാ അവിടെ വന്നേ? അപ്പോൾ പറയും ആര് വരാനാ അന്ന് ഞാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും വന്നത് ശ്രുതിയുടെ അമ്മയും മോനുമായിരുന്നു. അപ്പം ഇങ്ങനെ കയറി വന്നിട്ട് ആൻറ്റീന്നും പറഞ്ഞ് ശ്രുതിയുടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വട്ടം കെട്ടി പിടിക്കണം. അപ്പോഴത്തേക്കും എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്. അപ്പോൾ പറയും എന്തെങ്കിലും ഉണ്ടായിരുന്നെ വിളിച്ചാൽ പറയുന്നു, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു, അതുകൊണ്ടാണ് മോളെ, നീ വിളിച്ചാൽ വരണ്ടാന്ന് പറഞ്ഞ് വഴക്കിടും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇപ്പം വരേണ്ട ആവശ്യമില്ലായിരുന്നു, പിന്നെ എന്താ ഇപ്പം വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാനാന്ന് പറയും. അപ്പോൾ ഈ അമ്മയുടെ ഇപ്പോൾ അവിടെ നിന്ന് എത്രയൊക്കെയുള്ള പൈസ, അതെ എനിക്ക് ഇളയമ്മ തന്നാൽ നിനക്ക് തരാൻ വേണ്ടി എന്ന് പറയും. പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് സന്തോഷമൊക്കെ ആകുവാണ്. അപ്പോൾ എന്നാൽ ഇനി ഞങ്ങൾ പൊക്കോളാന്ന് പറയുമ്പോഴത്തേക്കും പറയും വേണ്ട, അല്ലേ ഇനി ഇപ്പോൾ പോകണ്ട, ഇന്നിപ്പോൾ രാത്രി ആയില്ലേ. അപ്പോഴത്തേക്കും അവളുടെ കൂട്ടുകാരുടെ അടുത്ത് പറയും എന്നാൽ കൊച്ചിന് എന്തെങ്കിലും കുടിക്കാനുള്ളതൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞ് കൊച്ചിനെ അവിടെ നിന്ന് ഒഴിവാക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് സച്ചി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി ചെല്ലും. അപ്പോൾ രേവതി ചെല്ലുമ്പോഴത്തേക്ക് സച്ചി എന്തോ മറയ്ക്കാൻ തുടങ്ങുന്ന പോലെ. അപ്പോൾ ചോദിക്കും എന്താ ഒരു കള്ളത്തരം, എന്താ ആരെ ഫോൺ വിളിക്കണേന്ന് ചോദിക്കും. അല്ല ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ചോദിക്കും അല്ല എന്തോ കള്ളത്തരം ഉണ്ട് പറ. അപ്പോൾ പറയാം എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചില്ലേ അവനെ, അതെനിക്കൊന്ന് പിടിക്കണം, അത് ഞാനൊന്ന് അന്വേഷിക്കണേ, ഇങ്ങനെ നോക്കണേ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് രേവതി ഒന്ന് ഇങ്ങനെ മുഖത്തൊരു ഇതുപോലെ. അപ്പോൾ ചോദിക്കും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഞാൻ അത് കാര്യം വിട്ടു എന്നൊക്കെ നിൻ്റെ അടുത്ത് വെറുതെ പറയാം, നിനക്ക് ടെൻഷൻ ആവാതിരിക്കാനാ, ഞാൻ ഒന്നും വിട്ടിട്ടൊന്നുമില്ല, പക്ഷേ നീ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല, നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുന്നു ഇങ്ങനെ ഇന്നിപ്പോൾ പോകണോ ഇന്ന്. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ്. അപ്പോൾ ശ്രുതി ഇവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ചോദിക്കും എന്തൊക്കെ ഡ്രസ്സാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പറയും അപ്പോൾ ഞങ്ങൾക്കും ഡ്രസ്സ് എടുത്തു, അപ്പോൾ ഞങ്ങളും കല്യാണത്തിന് വരണമെന്നല്ല, ഇല്ല നിങ്ങൾ കല്യാണത്തിന് വരണ്ട, ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടോളാം, വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ കൊച്ചു വന്ന് ചോദിക്കും ആരുടെ കല്യാണം എന്നൊക്കെ ചോദിച്ചു. കൊച്ചിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ചെറുക്കൻ്റെ ഫോട്ടോ കാണിക്കാനൊക്കെ പറയുന്നു. അപ്പോൾ അവരിങ്ങനെ കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ കാണുവാണ് ശ്രുതിയുടെ അമ്മയൊക്കെ. എന്നിട്ട് പറയും നല്ല ചെറുക്കനാന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്ന സച്ചിയാണ് ഇങ്ങനെ പോകാനിറങ്ങുക. അപ്പോൾ ഇന്ന് പോകണോ, ഇന്ന് പോകണ്ടെന്ന്, ഇന്ന് ലീവ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇന്ന് ലീവ് എടുക്കുക ഇത് പറ്റില്ല, നാളത്തേക്ക് വേണ്ടിയല്ലേ, ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയല്ലേ, സമയമാകുമ്പോഴത്തേക്കും ഞാനിങ്ങ് വന്നോളാം, ഞാൻ പ്രത്യേകിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ അച്ഛമ്മയുടെ അടുത്ത് ഇങ്ങനെ അച്ഛമ്മയും പറയും നീ ഇന്നിന് പോവണ്ട, ലീവ് എടുക്കാനൊക്കെ പറയുന്നതൊക്കെയാണ് ഇനി കാണിക്കുന്നത്. സച്ചിക്കും രേവതിക്കും വാങ്ങിച്ച സ്വർണ്ണമൊക്കെ കാണുമ്പോഴത്തേക്കും ചന്ദ്രമതിക്കൊന്നും കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ചന്ദ്രമതിക്കാണെങ്കിൽ ഇവൾ എന്തിനു ഇതൊക്കെ മേടിച്ചു കൂട്ടുന്നത്, അതിനൊന്നും ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.